വിജയകുമാർ, ഇതില് നമ്മൾ കഴിഞ്ഞ തവണ ഒരു മത്സരം നടത്തിയിരുന്നു. പാറമേക്കാവാണോ തിരുവമ്പാടിയാണോ ജയിക്കുക? നമ്മുടെ ഇതനുസരിച്ച് നമ്മളെ ജനങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മളൊരു നടത്തി, ഇതൊരു രസത്തിനാണ്, ആരും അതിൻ്റെ പേരിൽ പിണങ്ങേണ്ടതില്ല. നേരത്തെ നമ്മൾ നടത്തിയപ്പോൾ അവസാനം വരെ മുന്നിട്ട് നിന്നത് പാറമേക്കാവായിരുന്നു. പക്ഷെ അവസാനത്തെ ഒരു 6 കുടകളിൽ തിരുവമ്പാടി പെട്ടെന്ന് കയറി വന്നു. അവസാനം ഒരു കുടയുടെ വ്യത്യാസത്തിന് തിരുവമ്പാടി കഴിഞ്ഞ തവണ വിജയിക്കുകയായിരുന്നു. ഇത്തവണ നമുക്ക് നോക്കാം, പാറമേക്കാവാണോ തിരുവമ്പാടിയാണോ, ആരാണ് ഈ മത്സരത്തിൽ വിജയിക്കാൻ പോകുന്നത്? നമ്മളൊരു രസത്തിന് പാറമേക്കാവുകാരോ തിരുവമ്പാടിക്കാരോ അതിൻ്റെ പേരിൽ പിണങ്ങേണ്ടതില്ല. ഇത് രസകരമായൊരു മത്സരമാണ്. നമ്മൾ ജഡ്ജ് ചെയ്യുന്നു. പ്രേക്ഷകർക്ക് ഇതിൽ പങ്കുചേരാം. ആരുടെ കുടയാണ് നല്ലത് പ്രേക്ഷകർ അറിയിക്കൂ. പ്രേക്ഷകരുടെ കൂടി ഇത് കണക്കിലെടുത്തായിരിക്കും നമ്മൾ മത്സരം പറയുക. ചിലപ്പോൾ നമ്മൾ ഫുട്ബോളിലൊക്കെ കാണുന്ന പോലെ 1-1, 2-1, 2-2, 3-2, 4-2 ഇങ്ങനെ പോകുമായിരിക്കാം. എന്തായാലും ഇത് രസമായിരിക്കും. നിങ്ങൾ പ്രേക്ഷകർ കൂടി ഇതിൽ പങ്കെടുക്കുക. നമ്മളൊരു പാറമേക്കാവും തിരുവമ്പാടിയും ഈ കുടമാറ്റ മത്സരത്തിൽ മത്സരിക്കുകയാണ്. പ്രേക്ഷകരും അതിൽ പങ്കുചേരുന്നു. ഈ കുടമാറ്റം എന്നത് തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും അങ്ങേയറ്റം ആരോഗ്യകരമായ മത്സരമാണ്. ഒരു തരത്തിലും അനാരോഗ്യകരമായ ഒരു പ്രവണതയും പൂരപ്പറമ്പിലില്ല. ആ മത്സരത്തിലോ എന്ന് പറയുമ്പോഴും ഇല്ല. നമ്മളത് എത്രയോ കാലങ്ങളായി അവിടെ നേരിട്ട് പോവുകയും റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങേയറ്റം ആരോഗ്യകരമായി 2 പ്രധാനപ്പെട്ട ദേശക്കാർ പങ്കുചേർന്ന് നടത്തുന്ന ഒരു വലിയ ഇവന്റ് ഘടകപൂരങ്ങൾ. ഇപ്പോൾ കണിമംഗലം ശാസ്താവ് രാവിലെ വരുന്നത് മുതൽ നെയ്തലക്കാവ് ഭഗവതി തെക്കേ ഗോപുരനടയിലൂടെ വരുമ്പോൾ തുടങ്ങുന്നതാണ്. പൂര ദിവസം കണിമംഗലം ശാസ്താവ് അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ ഘടകപൂരങ്ങൾക്കും അവർ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് അവിടെ ഇതിൽ പങ്കാളികളാകുന്നത്. അതിൽ തന്നെ തിരുവമ്പാടിയും പാറമേക്കാവും കുറെ കൂടി പ്രധാനപ്പെട്ടവരാണ്. അവരങ്ങേറ്റം ആരോഗ്യകരമായ ഒരു മത്സരമാണ് ഇതാ പൂരപ്പറമ്പിൽ നടത്തുന്നത്. തിരുവമ്പാടി ഇവിടെ പാറമേക്കാവിൻ്റെ കുട ഉയരുന്നു, തിരുവമ്പാടിയുടെ കുട പുതിയത് വരുന്നു. അങ്ങനെ നിറക്കുടകൾ, നിറച്ചാർത്തുകളുള്ള കുടകളാണ് അവിടെ ഉയരുന്നത്. ഒരുപക്ഷെ ഇതുകൊണ്ടൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയില്ല ആരാണ് മുന്നിൽ ആരാണ് പുറകിലെന്നൊന്നും. അത് അവസാനം ഒരു 10-15 മിനിറ്റിലായിരിക്കാം ഒരു വിധി നിർണ്ണയിക്കുക, അല്ലെ? ഇതിപ്പോ സാധാരണ തലത്തിലുള്ള കുടകളാണ്. ഇതിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഒരു ഭാഗത്ത് നീലക്കുടകൾ, മറുഭാഗത്ത് ഇളം നീലക്കുടകൾ. ഇത് പല വർണ്ണങ്ങളിൽ പല ഇതിലുള്ളതാണ്. ഇപ്പൊ ഗണപതിയുടെ ചിത്രമാലേഖനം ചെയ്ത കുടകളാണ് ഒരു ഭാഗത്തുള്ളത്, പാറമേക്കാവിൻ്റെ ഭാഗത്ത്. മറ്റത് ഇളം നീല നിറത്തിലുള്ള ആകാശത്തിൻ്റെ നിറമുള്ള നീലയാണ്. അപ്പോൾ ഇതിങ്ങനെ വരുന്നു. ഈ കുടകളെ നമുക്ക് വിലയിരുത്തുന്നത് ശരിയല്ല, രണ്ടും ഒരുപോലെ പോകുന്നതാണ്. പക്ഷേ വ്യത്യസ്തമായ കുടകൾ വരുമ്പോഴാണ് ഇതൊരു മത്സരമായി മാറുന്നത്. അതിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കലാവിരുത്, അത് അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി എല്ലാം നോക്കിയായിരിക്കും നമ്മൾ ഏത് കുട ഉയർത്തുന്നവരാണ്. പാറമേക്കാവാണോ തിരുവമ്പാടിയാണോ പാറമേക്കാവാണോ, ആരാണ് വിജയിക്കുക? കഴിഞ്ഞ തവണ ചെറിയ വ്യത്യാസത്തിന് തിരുവമ്പാടിയാണ് വിജയിച്ചത്. പ്രേക്ഷകരും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ആരാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്? കുടമാറ്റം പുരോഗമിക്കുകയാണ്. തിരുവമ്പാടിയും പാറമേക്കാവും മത്സരിച്ച് അവരുടെ കൈവശമുള്ള വർണ്ണക്കുടകൾ ഇങ്ങനെ ഉയർത്തുകയാണ്. കുട ഉയർത്തുന്നതിനോടൊപ്പം ആലവട്ടവും വെഞ്ചാമരവും ഉയർന്ന് താഴുന്നത് നമ്മൾ കാണാം. ദാ നോക്കൂ, പിറകിലൂടെ കുടകൾ നടന്നു വരുന്നുണ്ട്. ആനപ്പുറത്തേറാനുള്ള കുടകൾ പിറകിലൂടെ നടന്നു വരുന്നത് കാണാം. അവിടെ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ആ ക്ഷേത്രത്തിന്റെ ഗോപുരത്തോട് ചേർന്ന് നിൽക്കുന്നത് തിരുവമ്പാടിയും ഇതാ ഈ കാണുന്നത് പാറമേക്കാവുമാണ്. ഈ കുടകളുടെയൊക്കെ നിർമ്മാണം എത്രയോ മാസങ്ങൾക്ക് മുമ്പ് അനുഗ്രഹീതരായ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ തുടങ്ങുന്നതാണ്. അപ്പോൾ ആ കുടകളിൽ അവരിങ്ങനെ തുന്നിച്ചേർക്കുന്ന അത്ഭുതങ്ങൾ എന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിൽ മനോഹരമാണ്. അങ്ങനെ അത്ഭുതങ്ങൾ നിറഞ്ഞ ആ കുടകൾ ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നു താഴുകയാണ്. ഇതൊക്കെ ഒരുപക്ഷെ സാധാരണ മുത്തുക്കുടകൾ എന്ന് നമ്മൾ പറയുന്ന തരം കുടകളാണ്. ഇനിയിപ്പോൾ അതിന് അടുത്ത പടിയായി നിലക്കുടകൾ വരും. അടുത്തത് നിലക്കുടകൾ വരും. പിന്നീട് ഈ പറയുന്ന സ്പെഷ്യൽ കുടകൾ എന്ന് നമ്മൾ പറയാവുന്ന പ്രത്യേകതരം കുടകൾ, സാങ്കേതിക തികവൊക്കെയാർന്ന പ്രത്യേകതരം കുടകൾ. അതൊരു പക്ഷേ കുടകളെന്ന് നമ്മൾ പറയുന്ന പരമ്പരാഗത സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള രൂപങ്ങൾ ആലേഖനം ചെയ്ത രൂപങ്ങൾ തന്നെ കുടകളായി വരുന്നത് നമ്മൾ മുൻ വർഷങ്ങളിൽ കണ്ടു. ഇത്തവണയും അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല. അത്തരം ചില ആലേഖനം ചെയ്ത കുടകൾ ഉണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. ഈ ആനകളുടെ പേര് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് തിരുവമ്പാടിയും പാറമേക്കാവും അവരുടെ എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്ന മുഴുവൻ ആനകളുടെ ലിസ്റ്റ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ആനകൾ ഈ 15-ൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവമ്പാടിയുടേതാണെങ്കിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ചന്ദ്രു അതാണ് ആദ്യം. പിന്നീട് കണ്ണനുണ്ട്, കുട്ടൻകുളങ്ങര അർജുനനുണ്ട്, ഗുരുവായൂർ രാജശേഖരനുണ്ട്, പുതുപ്പള്ളി സാധു ഉണ്ട്, അനന്തനുണ്ട്, ഊട്ടോളി അനന്തനുണ്ട്, അങ്ങനെ ചിറക്കര ശ്രീരാം, അങ്ങനെ കിരൺ നാരായണൻകുട്ടി, പാമ്പാടി സുന്ദരൻ,
ഗുരുവായൂർ ഗുരുവായൂർ സിദ്ധാർത്ഥൻ, അക്കിക്കാവ് കാർത്തികേയൻ, അങ്ങനെ ചെർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ, അങ്ങനെ കുറേ ആനകൾ അതിൽ പങ്കെടുക്കുന്നു. അതിൽ ഇന്നത്തെ ഈ ചടങ്ങിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയ ആനകളായിരിക്കും അവരുടെ എഴുന്നള്ളത്തിന് ഉപയോഗിക്കുക. തിരുവമ്പാടി പാറമേക്കാവിനും അതുപോലെ തന്നെ ആനകളുടെ നീണ്ട പട്ടിക തന്നെയുണ്ട്. അതിൽ പാറമേക്കാവ് കാശിനാഥൻ, ഗുരുവായൂർ ദേവസ്വത്തിലെ പ്രിയപ്പെട്ട നന്ദൻ, എറണാകുളം ശിവകുമാർ ഇന്നലെ തെക്കേ ഗോപുരനട തുറക്കാനുണ്ടായിരുന്നു. നാളത്തെ പകൽ പിറന്നു ഉപചാരം ചൊല്ലുന്ന സമയത്തും ശിവകുമാർ തന്നെയാണ് പാറമേക്കാവിന്റെ തിടമ്പെടുക്കുന്നത്. ശിവകുമാറാണ്. ഇപ്പോൾ ഒരു പക്ഷേ ശിവകുമാർ ഈ കൂട്ട എഴുന്നള്ളിപ്പിൽ കാണാൻ കഴിയില്ല. അതുപോലെ പല്ലാട്ട് ബ്രഹ്മദത്തനുണ്ട്, ഉഷശ്രീ ശങ്കരൻകുട്ടി, മാവേലിക്കര ഗണപതി, ചൈത്രം അശു, നായരമ്പലം രാജശേഖരൻ, പാറന്നൂർ നന്ദൻ, തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ, തെച്ചിക്കോട്ട് പേരാമംഗലം തെച്ചിക്കോട്ട് ദേവസ്വത്തിന്റെ രണ്ടാമത്തെ ആനയാണ് ദേവിദാസൻ പാറമേക്കാവിന്റെ കൂടെയുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഈ കാണുന്ന ആനകൾക്കുള്ളിൽ അതിനിടയിൽ ദേവിദാസനും കാണുന്നില്ല. ദേവിദാസൻ തെച്ചിക്കോട്ടുകാവിൽ നിന്ന് വരുന്ന ഒരു വരവൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അപ്പോൾ ദേവിദാസനുണ്ട്, മച്ചാടി ജയറാമുണ്ട്, ബാസുൻ വിനയ് സുന്ദറുണ്ട്, അങ്ങനെ ഉണ്ണപ്പള്ളി ഗണേശൻ, അരുണിമ പാർത്ഥസാരഥി, മൗട്ടത്ത് രാജേന്ദ്രൻ, അങ്ങനെ ചെർപ്പുളശ്ശേരി മണികണ്ഠൻ, ഗുരുവായൂർ ദേവസ്വത്തിലെ ബാലകൃഷ്ണൻ, ചെത്തല്ലൂർ ദേവിദാസൻ, അങ്ങനെ എഴുത്തച്ഛൻ ശങ്കരനാരായണൻ, ചെമ്പൂക്കാവ് വിജയ് കണ്ണൻ, ഈ ആനകളൊക്കെ ഉണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ അതിൽ ഫിറ്റ്നസ് ഉള്ള ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ആനകളാണ് ഈ എഴുന്നള്ളത്തിൽ പങ്കെടുക്കുന്നത്. തുടർച്ചയായി എഴുന്നള്ളത്തിന് ആനകളെ അങ്ങനെ നിർത്താറില്ല, മാറി അവരുടെ കൈവശമുള്ള ആനകളെ മാറി ആ ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കുമ്പോൾ ഇതെന്തൊരു കാഴ്ചയാണ് ജെയിംസ് സാർ. ഇത് ജനസാഗരം അല്ലേ?